ഇന്ന് രാവിലെ തന്നെ കുറച്ച് പരിപാടികൾ കണ്ടാലോ. ഇന്ന് നോമ്പ് 27 രാവ്. സോ വന്നിട്ടുണ്ടാക്കാനുള്ള ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കലക്കി വെച്ച്. അങ്ങനെ കുട്ടികൾക്ക് നോമ്പില്ലല്ലോ, അപ്പോൾ അവർക്കുള്ള ഫുഡ് ബേക്കറിക്ക് പാക്ക് ചെയ്ത് കൊടുത്തേക്കണം. ലഞ്ച്, സ്നാക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്. ഇന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത്. സ്നാക്കിനായിട്ട് ഒരു റോളും വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഡ്രസ്സ് മാറി നമ്മൾ ബേക്കറിയിൽ പോകും. അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കത് ഉണക്കാടാലോ. അപ്പോൾ അതും കഴിഞ്ഞ് അവരുടെ ഡ്രസ്സ് മാറലും നമ്മുടെ ഡ്രസ്സ് മാറലും എല്ലാം കഴിഞ്ഞ് ബെഡൊന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓവറോൾ ക്ലീനാക്കി വെച്ചിട്ട് നമ്മൾ പോകും. ആഫ്റ്റർ 9 to 3 വർക്ക്, റംദാൻ വർക്കിംഗ് ഹവേഴ്സ് അങ്ങനെയാണ്. രാവിലെ 9 മണി മുതൽ 3 മണി വരെയാണ്. സ്ട്രെയിറ്റ് ഷിഫ്റ്റാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാനെത്തി കുറച്ച് കഴിഞ്ഞാൽ തന്നെ മക്കളെത്തും. സോ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻസാണ്. രാവിലെ നമ്മൾ കലക്കി വെച്ച് പോയ ഉണ്ണിയപ്പത്തിൻ്റെ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് ഇനി അത് പ്രിപ്പയർ ചെയ്യണം. കറി ഓൾറെഡി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ബീഫ് കറിയാണ്. നമ്മൾ കുറേ നേരം മാവ് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പം വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ള ടൈമായി തുടങ്ങി. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.